ഹലോ, നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വറുത്തത് ഉണ്ടാക്കിയാലോ? എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ള കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങുകൾ നല്ലോണം കഴുകിയെടുക്കാവേ. ശേഷം അതിൻ്റെ തൊലികൾ ചെത്തിക്കൊടുക്കാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യണ സംഭവം ഉണ്ടല്ലോ, അത് വളരെ നല്ലൊരു സാധനമാണ്. നമ്മുടെ തൊലിയൊക്കെ പെട്ടെന്ന് വരികയും ചെയ്യും, വളരെ ഈസിയുമാണ്. സോ അതിന് ശേഷം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകിയെടുക്കണം. ഈ തൊലിയുടെ ചിലപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. ശേഷം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയാം. അതിനുശേഷം അത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്ക് നല്ല മൂർച്ചയാണ്. അതുമല്ല, അത് നല്ല സോഫ്റ്റായിട്ടും സ്ലൈസായിട്ടും നമുക്ക് കിട്ടും. ശേഷം നമ്മൾ കോൺഫ്ലവർ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ പുതിയ കോൺഫ്ലവറാണ് എടുക്കുന്നത്. ഞങ്ങളുടെ പഴയ കോൺഫ്ലവറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് പുതിയതെടുത്തത്. കത്രയൊക്കെ ആണെങ്കിൽ മൂർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ഞാൻ എങ്ങനെയൊക്കെ അത് പൊട്ടിച്ചിട്ടാ. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങുകൾ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ആ കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ജസ്റ്റ് ഒരു പേരിന് മാത്രമാണ്, ഒരു ഉരുളക്കിഴങ്ങ് ക്രിസ്പായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പറ്റുന്നത്ര നല്ല മിക്സായിട്ട് നല്ല സെറ്റാക്കി വെക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് അതിനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ നല്ല ചൂടെണ്ണയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങുകൾ വറുക്കാനായിട്ട് കൊടുക്കാവേ. കോൺഫ്ലവറിൻ്റെ ഇതുള്ള കാരണം നല്ല ക്രിസ്പായിട്ട് വരും കേട്ടോ സംഭവം. നല്ലോണം വറുത്തെടുക്കാവേ. നമ്മൾ ചെറിയ ചെറിയ സ്ലൈസ് പീസസ് വേറെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊക്കെ കൊടുക്കാവേ. നല്ല മൊരിഞ്ഞ് അടിപൊളിയായിട്ട് വരും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് കഴിച്ചപ്പോഴത്തേനും നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയാണ് തോന്നുന്നത്.